നമസ്കാരം. മധ്യപ്രദേശിൽ ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചതോടെ ഭരണകക്ഷിയായ BJP എങ്ങനെ വിജയിക്കുമെന്നും എത്ര സീറ്റുകൾ നേടുമെന്നും എത്ര മാർജിനിൽ വിജയിക്കുമെന്നും വിലയിരുത്താൻ ബൂത്ത് തല സർവേ ആരംഭിച്ചിരിക്കുകയാണ്. ഇതാദ്യമായാണ് BJP മധ്യപ്രദേശിൽ ഇത്തരമൊരു സർവേ നടത്തുന്നത്. സ്ഥാനാർത്ഥികളോട് അവരുടെ മണ്ഡലങ്ങളിലെ എല്ലാ ബൂത്തിൽ നിന്നും പോളിംഗ് റിപ്പോർട്ട് ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60 പേരുകളുള്ള പകുതി വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി അർദ്ധ പന്ന പ്രമുഖ് എന്ന സംഘത്തെയും BJP നിയമിച്ചിട്ടുണ്ട്. ഈ 60 വോട്ടർമാരും BJPക്ക് അനുകൂലമായിട്ടാണോ വോട്ട് ചെയ്തത് എന്ന് ഉറപ്പാക്കുകയാണ് അവരുടെ ജോലി. ബൂത്ത് ലെവൽ ഏജന്റ്, ബൂത്ത് ഇൻചാർജ്, ബൂത്ത് പ്രസിഡന്റ് എന്നിവരെയാണ് പാർട്ടി നിയമിച്ചത്. താഴെത്തട്ടിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ സർവേയിൽ ഈ ബൂത്ത് ലെവൽ പ്രവർത്തകർ ജനങ്ങളിലേക്ക് പോയി അവരോട് 60 വോട്ടർമാരിൽ എത്ര പേർ ഹാജരായി, എത്ര പേർ BJPക്ക് വോട്ട് ചെയ്തു എന്നതിൽ കണക്ക് ചോദിക്കും. ജാതി സമവാക്യങ്ങളും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഏത് സമുദായമാണ് കൂടുതൽ വോട്ട് ചെയ്തതെന്നുമാണ് സർവേയിൽ ചോദിക്കുന്നത്. 29 മണ്ഡലങ്ങളിലെയും പാർട്ടി സ്ഥിതി വിലയിരുത്തുകയാണ് ഉദ്ദേശമെന്നും BJP സംസ്ഥാന വൃത്തങ്ങൾ പറയുന്നുണ്ട്. 29 സീറ്റുകളിലും വിജയിക്കാനാണ് BJP ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ലക്ഷ്യം കൈവരിക്കാൻ BJP എവിടെ നിൽക്കുന്നുവെന്നതിന്റെ ഏകദേശ കണക്കെടുപ്പാണ് സർവേ. തീർച്ചയായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസ് ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തിയ സീറ്റുകളിലേക്കാണ്. സീറ്റിൽ 1-ാം സ്ഥാനത്തുള്ളത് ചിന്ദ്വാരയാണ്. അത് വിജയിക്കാനും കോൺഗ്രസിന്റെ ഏക കോട്ട തകർക്കാനും BJP തീവ്രമായി ശ്രമിക്കുന്ന മണ്ഡലമാണ്. മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകനും സിറ്റിംഗ് കോൺഗ്രസ് MPയുമായ നകുൽനാഥും BJP ജില്ലാ അധ്യക്ഷൻ വിവേക് ബണ്ടി സാഹുവും തമ്മിലാണ് ഇവിടെ പോരാട്ടം നടന്നത്. 2 തവണ BJP MPയായ റെഡ്മൽ നഗറിനെതിരെ മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ സിംഗിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചത് രാജ്ഘട്ടിലാണ്. കേന്ദ്രമന്ത്രി ഫഗൻ സിംഗ് കുലസ്തെയും കോൺഗ്രസിന്റെ മുൻമന്ത്രി ഓംകാർ സിംഗ് മാർക്കം താണ്ടുവയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്നിവയാണ് മറ്റ് ശ്രദ്ധേയമായ സീറ്റുകൾ. കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രി കാന്തിലാൽ ഭൂരിയ BJPയുടെ അനിത സിംഗ് നഗറിനെതിരെ മത്സരിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥികൾ തങ്ങളുടെ അഭിപ്രായം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയ്ക്കും സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ഹിതാനന്ദ് ശർമ്മയ്ക്കും അയക്കും. സംസ്ഥാന നേതൃത്വം പാർട്ടി കേന്ദ്ര ഹൈക്കമാൻഡിന് റിപ്പോർട്ടും അയക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.